ഇന്ന് പെസഹ വ്യാഴം. ക്രിസ്ത്യാനികൾ ഈസ്റ്ററിന് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച പെസഹ വ്യാഴം എന്ന വിശുദ്ധ ദിവസമായി ആചരിക്കുന്നു. യേശു തന്റെ അപ്പോസ്തലന്മാരുമൊത്ത് അവസാനമായി കഴിച്ച അത്താഴത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ആചാരം. വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധന് ശേഷവും ദുഃഖവെള്ളിക്ക് മുൻപുമായി 5-ാം ദിവസമാണ് പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിലെ അവസാന അത്താഴ കുർബാനയോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. ഈ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു. പെസഹ അപ്പവും പാലും, കൽത്തപ്പം. അന്ത്യത്താഴ വിരുന്നിന്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി പെസഹ വ്യാഴത്തിൽ പെസഹ അപ്പം അഥവാ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നു. ഓശാനയ്ക്ക് പള്ളികളിൽ നിന്ന് നൽകുന്ന ഓശാനയോല, കുരുത്തോല കീറി മുറിച്ച് കുരിശുണ്ടാക്കി പെസഹ അപ്പത്തിന് മുകളിൽ വച്ച് കുടുംബത്തിലെ കാരണവർ അപ്പം മുറിച്ച് പെസഹ പാലിൽ മുക്കി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മുതൽ താഴോട്ട് കുടുംബത്തിലെ എല്ലാവർക്കുമായി നൽകുന്നു. കുരിശിന് മുകളിൽ എഴുതുന്ന ഇൻട്രിയെ മലയാളത്തിൽ ഇൻട്രി അപ്പവുമായി കൂട്ടി വായിച്ച് ഇൻട്രിയപ്പം എന്ന് പറയുന്നു. കാലക്രമേണ അത് ഇൻട്രിയപ്പമെന്നും ഇൻഡേറിയപ്പമെന്നും പേർ ആയതാണെന്ന് പറയപ്പെടുന്നു. ചിലയിടങ്ങളിൽ പാലുറുക്ക് ഉണ്ടാക്കുകയും പെസഹയുടെ അന്ന് രാത്രിയിൽ കുറുക്കായി തന്നെ കഴിക്കുകയും ചെയ്യുന്നു. പാല് കുറുക്കിയത് പിറ്റേ ദിവസമാകുമ്പോൾ കട്ടയാവുകയും ദുഃഖവെള്ളി ദിവസം കാലത്ത് കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് കൈപ്പുള്ള ഇലയും മറ്റും കടിച്ച് കട്ടയായ അപ്പം കഴിക്കുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ഈ ആചാരം കണക്കാക്കപ്പെട്ടിരുന്നു. പെസഹ എന്ന പേരിന് പിന്നിൽ സുറിയാനി ഭാഷയിലെ പെസ്കായിൽ നിന്നാണ് ഇത് ആദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഇത് പഷ്ക എന്നാകുന്നു.